السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد صلى الله عليه وسلم أشرف المخلوقين وعلى آله وصحبه أجمعين، أما بعد. قال الله سبحانه وتعالى في القرآن المجيد: يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. وقال النبي صلى الله عليه وسلم: الصيام جنة. അൽഹംദുലില്ലാ, പരിശുദ്ധമാക്കപ്പെട്ട റമളാൻ നമ്മിലേക്ക് ആഗതമായി. ആദ്യത്തെ റഹ്മത്തിന്റെ പൊത്തിലാണ് നാം ഉള്ളത്. രണ്ടാമത്തെ മഗ്ഫിറത്തിന്റെ പത്തും മൂന്നാമത്തെ ഇത്ഖിന്റെ പത്തും നമ്മളെ കാത്തു നിൽക്കുന്നു. റജബ് മാസം തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച اللهم بارك لنا في رجب وشعبان وبلغنا رمضان ووفقنا فيه للصيام والقيام وتلاوة القرآن എന്ന ദുആ ചെയ്ത് റജബിലും ഷഅബാനിലും ബറക്കത്ത് ചോദിക്കുകയും റമളാനിൽ എത്താൻ അല്ലാഹുവിനോട് തൗഫീഖ് ചോദിക്കുകയും ചെയ്യുകയും അല്ലാഹു അത് ഖബൂൽ ചെയ്ത് നാം റമളാനിലെത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ച് ഖുർആനിലൂടെ പറയുകയാണ്: യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളായ ജനങ്ങളെ, സത്യവിശ്വാസികളെ. ആമനു എന്നാണ് അല്ലാഹു പ്രയോഗിച്ചത്. യാ അയ്യുഹന്നാസ് എന്നല്ല, ജനങ്ങളെ എന്നല്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ. അതായത് അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ മാത്രമാണ് അള്ളാഹുവിടെ ലക്ഷ്യം വെച്ചത്. അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരെ മാത്രം വിളിച്ചല്ല പറയുകയാണ്: കുത്തിബ അലൈക്കുമുസ് സിയാം, നിങ്ങളുടെ പേരിൽ നോമ്പ് ഫർളാക്കപ്പെട്ടു, നിർബന്ധമാക്കപ്പെട്ടു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും, മുൻഗാമികളുടെ പേരിൽ ഫർളാക്കപ്പെട്ടതുപോലെ. മഹാനായ ഈസാ നബി, മൂസാ നബി അലൈഹി അസ്സലാം, അവർക്കൊക്കെ നോമ്പ് ഉണ്ടായിരുന്നു. ഈ രൂപത്തിൽ ഒരു മാസം മുഴുവനായി അല്ല എങ്കിലും മുൻഗാമികൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കപ്പെട്ടു. ഇനിയാണ് നമ്മുടെ പോയിന്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ പ്രഖ്യാപിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് നാം നോമ്പ് നിൽക്കുന്നതെന്ന് അല്ലാഹു പറയുന്നു: ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാവാൻ വേണ്ടി. തഖ്വ എന്നത് നമ്മുടെ ഏറ്റവും പ്രധാനമാണ്. എപ്പോഴും ഇസ്ലാം ദീനിന്റെ ഓരോ കാര്യങ്ങളിലും തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഖുത്ബയിൽ പ്രത്യേകം തഖ്വ കൊണ്ട് വസിയ്യത്ത് നിർബന്ധമാണ്. എല്ലാ വെള്ളിയാഴ്ചയും തഖ്വ കൊണ്ടുള്ള വസിയ്യത്ത് വിശ്വാസികളായ നമ്മോട് ഖത്തീബ് ഉണർത്തുന്നു. അത് ഖുത്ബയുടെ നിർബന്ധ ഘടകമാണ്. അപ്പോൾ നാം നോമ്പ് നോൽക്കുന്നതും നോമ്പ് പിടിക്കുന്നതും നമ്മൾ മുത്തഖീങ്ങളാവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിശ്വാസികളെ എന്ന് വിളിച്ച് നമ്മോട് പ്രഖ്യാപിച്ചു. നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, അള്ളാഹു വിശ്വാസികളെ എന്ന് വിളിച്ച നമ്മുടെ നോമ്പ്
ആ നോമ്പ് അത് എല്ലാ ഹറാമുകളെ തൊട്ടും രക്ഷപ്പെട്ടതാവണം. എല്ലാ അശ്ലീല വാക്കുകളെ തൊട്ടും പ്രയോഗങ്ങളെ തൊട്ടും ചിന്തകളെ തൊട്ടും ഇടപെടലുകളെ തൊട്ടും മാറപ്പെട്ടതാവണം. എല്ലാ തിന്മകളിൽ നിന്നും മോചനം ലഭിക്കുന്നതാവണം. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അസ്സിയാമു ജുന്നത്തുൻ, നോമ്പതൊരു കവചമാണ്. അത് നമ്മെ എല്ലാ തിന്മകളിൽ നിന്നും പ്രത്യേകമായി കാക്കുന്നതാണ്. അത് നമ്മെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അത് നമ്മെ ദോഷങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നതാണ്. അത് നമ്മെ എല്ലാ വഴികേടുകളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ്. ആ രൂപത്തിൽ നമ്മുടെ നോമ്പിനെ ക്രമീകരിക്കാൻ ഞാനും നിങ്ങളും ശ്രമിക്കേണ്ടതുണ്ട്. വെറുതെ പട്ടിണി കിടക്കലല്ല നോമ്പ്. വെറുതെ ദാഹിച്ചു വലഞ്ഞു നടക്കലല്ല നോമ്പ്. പട്ടിണി കിടന്നും ദാഹിച്ചു വലഞ്ഞും അശ്ലീലതകൾ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അത് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്നതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു നോമ്പ് ഒരാൾ ഈ രൂപത്തിൽ നോറ്റാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 70 വർഷത്തെ ദോഷം അവൻക്ക് പുറത്തു കൊടുക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുദ്സിയായ ഹദീസിലൂടെ പറയുന്നുണ്ട്, അസ്സൗമു ലീ വ അന അജ്സി ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണതിന് പ്രതിഫലം നൽകുന്നത്. വിശ്വാസികളായ നാം നമ്മുടെ നോമ്പിനെ എല്ലാ നിലയിലും സൂക്ഷ്മത പുലർത്തി സംരക്ഷിക്കേണ്ടതുണ്ട്. നമ്മുടെ കണ്ണിനും കാതിനും നാവിനും നമ്മുടെ എല്ലാ അവയവങ്ങൾക്കും നമ്മുടെ നോമ്പ് ഉണ്ടാകും. ജമാഅത്തായി തന്നെ നിസ്കരിക്കാനും റവാത്തിബ് സുന്നത്തുകളും വിത്റും തഹജ്ജുദും ദുഹായും അതേ രൂപത്തിൽ തന്നെ പള്ളിയിലുള്ള ഇഅ്തികാഫ് പ്രത്യേകം റമളാനിൽ പോരിശയുള്ളതാണ്. ധാരാളം ഖുർആൻ ഓതുകയും, ഖുർആനിന്റെ മാസമാണ് റമളാൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് റമളാൻ. അതേ രൂപത്തിൽ അങ്ങനെ നന്മകളെ കൊണ്ട് സമ്പന്നമായി എല്ലാ നിലയിലും റമളാനിനെ സ്നേഹിച്ച് ഇഷ്ടം വെച്ച് പ്രിയം വെച്ച് നമുക്ക് റമളാനിന്റെ അനുകൂലികളായി രക്ഷപ്പെടണം. റമളാനിൽ പ്രത്യേകമായി എല്ലാ പള്ളികളിലും ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ജഅൽ ഹാദ അശ്ശഹ്റ അശ്ശരീഫൽ അളീമ ഷാഹിദൻ ലനാ ലാ ഷാഹിദൻ അലൈനാ, ഈ പരിശുദ്ധ റമളാൻ ഞങ്ങൾക്ക് സാക്ഷിയാക്കി തരണേ അല്ലാഹ്, ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം. വജഅൽഹു ഹുജ്ജത്തൻ ലനാ ലാ ഹുജ്ജത്തൻ അലൈനാ, റമളാൻ നമുക്ക് അനുകൂലമായി തന്നെ തെളിവായി നിൽക്കണം, നമുക്കെതിരായി നിൽക്കരുത്, നമുക്കെതിരായി സാക്ഷിയാവരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന രൂപത്തിൽ പരിശുദ്ധ റമളാനിനെ ആദരിക്കാനും ബഹുമാനിക്കാനും ഇഷ്ടം വെക്കാനും പ്രിയം വെക്കാനും റമളാനിൽ പ്രത്യേകമായി നന്നാക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിൽ നടക്കാനും അവിടുത്തെ പരിപൂർണമായി സ്നേഹിക്കാനും അവിടുത്തെ പരിപൂർണമായി ഇത്തിബാഅ് ചെയ്യാനും അവിടുത്തെ സുന്നത്തുകളെ ഹയാത്താക്കി പരിശുദ്ധ റമളാനിൽ യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ച് ആഖിബത്ത് നന്നായി ഇവിടെ പറയാനും അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ദുനിയവിയും ഉഖ്റവിയുമായ നമ്മുടെ എല്ലാ ലക്ഷ്യവും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. എല്ലാ നിലയിലും അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്ത
മുറാദുകളെ അല്ലാഹു ഹാസിലാക്കി തരട്ടെ. ദുനിയവിയും ഉറവിയുമായി നമുക്കും കുടുംബങ്ങൾക്കുള്ള എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു പൂർത്തീകരിച്ചു തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ഖബറുകൾ അല്ലാഹു സ്വർഗ്ഗാക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു ആഫിയത്ത് നൽകട്ടെ. സ്വർഗ്ഗത്തിൽ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ ജീവിച്ചിരിക്കുന്ന വഫാത്തായ എല്ലാവർക്കും ഒരുമിക്കാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.